ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ PSC ആവർത്തിച്ച് ചോദിക്കുന്ന കുറച്ച് മുൻകാല ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മുഴുവൻ വീഡിയോ കണ്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, നീലമലകളുടെ നാട് എന്നറിയപ്പെടുന്നത്. ചോദ്യം എന്താണ്? നീലമലകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ മൂന്നാർ, ഓപ്ഷൻ ബി കാശ്മീർ, ഓപ്ഷൻ സി ലഡാക്ക്, ഓപ്ഷൻ ഡി നീലഗിരി. നീലമലകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ മൂന്നാർ, ഓപ്ഷൻ ബി കാശ്മീർ, ഓപ്ഷൻ സി ലഡാക്ക്, ഓപ്ഷൻ ഡി നീലഗിരി. ഉത്തരം കിട്ടിയോ? ഓപ്ഷനിൽ തന്നെ ഉത്തരല്ലേ? ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. എന്താണ്? നീലമലകളുടെ നാട് എന്നാണ്. അപ്പൊ ഏതാണ്? നീലഗിരിയാണ്. ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. നീലമലകളുടെ നാട് എന്നറിയപ്പെടുന്നത് നീലഗിരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത് ഓപ്ഷൻ എ ലക്ഷദ്വീപ്, ഓപ്ഷൻ ബി നാർക്കൊണ്ട, ഓപ്ഷൻ സി ബാരൻ ദ്വീപ്, ഓപ്ഷൻ ഡി മിനിക്കോയ്. ചോദ്യം എന്താണ്? ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ലക്ഷദ്വീപ്, ഓപ്ഷൻ ബി നാർക്കൊണ്ട, ഓപ്ഷൻ സി ബാരൻ ദ്വീപ്, ഓപ്ഷൻ ഡി മിനിക്കോയ്. എവിടെയാണ്? ഓപ്ഷൻ സി ബാരൻ ദ്വീപിലാണ് ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത്. എവിടെയാണ്? ബാരൻ ദ്വീപിലാണ് ഇന്ത്യയിലെ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? ഓപ്ഷൻ എ പശ്ചിമഘട്ടം, ഓപ്ഷൻ ബി ആനമുടി, ഓപ്ഷൻ സി പൊന്മുടി, ഓപ്ഷൻ ഡി അഗസ്ത്യമല. ചോദ്യം എന്താണ്? തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഓപ്ഷൻ എ പശ്ചിമഘട്ടം, ഓപ്ഷൻ ബി ആനമുടി, ഓപ്ഷൻ സി പൊന്മുടി, ഓപ്ഷൻ ഡി അഗസ്ത്യമല. ഉത്തരം എന്താ? തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ഓപ്ഷൻ ബി ആനമുടിയാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി ആനമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഏതാണ്? ഓപ്ഷൻ എ ഗംഗ, ഓപ്ഷൻ ബി പെരിയാർ, ഓപ്ഷൻ സി സിന്ധു, ഓപ്ഷൻ ഡി കാവേരി. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഏതാണ്? ഗംഗ, പെരിയാർ, സിന്ധു, കാവേരി. ഏതാ ഉത്തരം? ഓപ്ഷൻ എ ഗംഗയാണ് നമ്മുടെ ഉത്തരം. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദിയാണ് ഗംഗ. അടുത്ത ചോദ്യം, ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ്? ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ യമുന, ഓപ്ഷൻ ബി കാവേരി, ഓപ്ഷൻ സി സത്ലജ്, ഓപ്ഷൻ ഡി ഗോദാവരി. ബക്രാനങ്കൽ അണക്കെട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി സത്ലജ് നദിയിലാണ് ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ് ബക്രാനങ്കൽ അണക്കെട്ട്? ഓപ്ഷൻ സി സത്ലജ് നദിയിലാണ്. അടുത്ത ചോദ്യം, ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് എന്താണ്? ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻ എ സിയാങ്, ഓപ്ഷൻ ബി ജമുന, ഓപ്ഷൻ സി സാങ്പോ, ഓപ്ഷൻ ഡി ബ്രഹ്മപുത്ര. ഓപ്ഷൻ എ സിയാങ്, ഓപ്ഷൻ ബി ജമുന, ഓപ്ഷൻ സി സാങ്പോ, ഓപ്ഷൻ ഡി ബ്രഹ്മപുത്ര. ചോദ്യം എന്താണ്? ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ എന്താണ് അറിയപ്പെടുന്നത്? എന്താണ്? ഓപ്ഷൻ സി സാങ്പോ എന്നാണ് ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ എന്നാണ്. സാങ്പോ. അടുത്ത ചോദ്യം, ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് നദി ഏതാണ്? ഓപ്ഷൻ എ മഹാനദി, ഓപ്ഷൻ എ മഹാനദി, ഓപ്ഷൻ ബി കൃഷ്ണ, ഓപ്ഷൻ സി കാവേരി, ഓപ്ഷൻ ഡി ഗോദാവരി. ഓപ്ഷൻ എ മഹാനദി, ഓപ്ഷൻ ബി കൃഷ്ണ, ഓപ്ഷൻ സി കാവേരി, ഓപ്ഷൻ ഡി ഗോദാവരി. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഓപ്ഷൻ സി കാവേരിയാണ്. കാവേരിയാണ് ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത്. ഏത് നദിയാണ്? കാവേരിയാണ് ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, പ്രസിദ്ധമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? എവിടെയാണ്? ഓപ്ഷൻ എ കബനി, ഓപ്ഷൻ ബി ശരാവതി, ഓപ്ഷൻ സി ലൂണി, ഓപ്ഷൻ ഡി നേത്രാവതി. പ്രസിദ്ധമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഓപ്ഷൻ എ കബനി, ഓപ്ഷൻ ബി ശരാവതി, ഓപ്ഷൻ സി ലൂണി, ഓപ്ഷൻ ഡി നേത്രാവതി.
പ്രസിദ്ധമായ ജോഗ് വെള്ളച്ചാട്ടം ശരാവതി നദിയിലാണ് ഉള്ളത്. എവിടെയാണ്? ശരാവതി നദിയിൽ. പ്രസിദ്ധമായ ജോഗ് വെള്ളച്ചാട്ടം ശരാവതി നദിയിലാണ്. എവിടെയാണ്? ഓപ്ഷൻ ബി, ശരാവതി നദിയിലാണ് പ്രസിദ്ധമായ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ ബീഹാർ, ഓപ്ഷൻ ബി ഒഡീഷ, ഓപ്ഷൻ സി കർണാടക, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ്? എവിടെയാണ് ഹിരാക്കുഡ് നദീതട പദ്ധതി? ഓപ്ഷൻ ബി ഒഡീഷ. ഒഡീഷയിലാണ് ഹിരാക്കുഡ് നദീതട പദ്ധതി. എവിടെയാണ്? ഒഡീഷയിൽ. ഹിരാക്കുഡ് നദീതട പദ്ധതി എവിടെയാണ്? ഒഡീഷയിലാണ്. ഒഡീഷ. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാവികസേനാ ദിനം എന്ന്? ഇന്ത്യൻ നാവികസേനാ ദിനം എന്നാണ്? ഓപ്ഷൻ എ ജനുവരി 15, ഓപ്ഷൻ ബി ഒക്ടോബർ 8, ഓപ്ഷൻ സി ഡിസംബർ 4, ഓപ്ഷൻ ഡി ഒക്ടോബർ 24. ഇന്ത്യൻ നാവികസേനാ ദിനം എന്നാണ്? ഓപ്ഷൻ എ ജനുവരി 15, ഓപ്ഷൻ ബി ഒക്ടോബർ 8, ഓപ്ഷൻ സി ഡിസംബർ 4, ഓപ്ഷൻ ഡി ഒക്ടോബർ 24. എന്താ ഉത്തരം? ഓപ്ഷൻ സി ആണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഡിസംബർ 4-നാണ്. ഡിസംബർ 4-നാണ് ഇന്ത്യൻ നാവികസേനാ ദിനം. ഡിസംബർ 4-നാണ് ഇന്ത്യൻ നാവികസേനാ ദിനം. അടുത്ത ചോദ്യം, ദക്ഷിണ വ്യോമ കമാൻഡിന്റെ ആസ്ഥാനം? എന്താ ചോദ്യം? ദക്ഷിണ വ്യോമ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി തൃശൂർ, ഓപ്ഷൻ ഡി കൊല്ലം. ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി തൃശൂർ, ഓപ്ഷൻ ഡി കൊല്ലം. ചോദ്യം എന്താണ്? ദക്ഷിണ വ്യോമ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയെന്നാണ്. എവിടെയാണ് ദക്ഷിണ വ്യോമ കമാൻഡിന്റെ ആസ്ഥാനം? ഓപ്ഷൻ ബി തിരുവനന്തപുരത്താണ് ദക്ഷിണ വ്യോമ കമാൻഡിന്റെ ആസ്ഥാനം. എവിടെയാണ്? തിരുവനന്തപുരം. എവിടെയാണ്? തിരുവനന്തപുരം. അടുത്ത ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ ഏതാണ്? ഓപ്ഷൻ എ അഗ്നി, ഓപ്ഷൻ എ അഗ്നി, ഓപ്ഷൻ ബി ആകാശ്, ഓപ്ഷൻ ബി ആകാശ്, ഓപ്ഷൻ സി ബ്രഹ്മോസ്, ഓപ്ഷൻ സി ബ്രഹ്മോസ്, ഓപ്ഷൻ ഡി പൃഥ്വി. ഒന്നുകൂടി, ഓപ്ഷൻ എ അഗ്നി, ഓപ്ഷൻ ബി ആകാശ്, ഓപ്ഷൻ സി ബ്രഹ്മോസ്, ഓപ്ഷൻ ഡി പൃഥ്വി. എന്താ ഉത്തരം? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈലാണ് ഓപ്ഷൻ ഡി പൃഥ്വി. ഓപ്ഷൻ ഡി പൃഥ്വിയാണ് നമ്മുടെ ഉത്തരം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈലാണ് പൃഥ്വി. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഏതു ഭരണഘടനയെ മാതൃകയാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഏതു ഭരണഘടനയെ മാതൃകയാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്? ഓപ്ഷൻ എ ബ്രിട്ടൻ, ഓപ്ഷൻ എ ബ്രിട്ടൻ, ഓപ്ഷൻ ബി അമേരിക്ക, ഓപ്ഷൻ ബി അമേരിക്ക, ഓപ്ഷൻ സി റഷ്യ, ഓപ്ഷൻ ഡി UK. എന്തൊക്കെയാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ ബ്രിട്ടൻ, ഓപ്ഷൻ ബി അമേരിക്ക, ഓപ്ഷൻ സി റഷ്യ, ഓപ്ഷൻ ഡി UK. ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി അമേരിക്കയാണ്. ഇന്ത്യ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഏതു ഭരണഘടനയെ മാതൃകയാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അമേരിക്കൻ ഭരണഘടനയാണ്. അമേരിക്കൻ ഭരണഘടനയെ മാതൃകയാക്കിയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഓപ്ഷൻ ബി അമേരിക്കയാണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, വാരണാസി ഏത് നദീതീരത്താണ്? വാരണാസി എവിടെയാണ്? വാരണാസി. വാരണാസി ഏത് നദീതീരത്താണ്? ഓപ്ഷൻ എ സിന്ധു, ഓപ്ഷൻ ബി ബ്രഹ്മപുത്ര, ഓപ്ഷൻ സി ഗംഗ, ഓപ്ഷൻ ഡി ഗോദാവരി. വാരണാസി ഏത് നദീതീരത്താണ്? ഓപ്ഷൻ എ സിന്ധു, ഓപ്ഷൻ ബി ബ്രഹ്മപുത്ര, ഓപ്ഷൻ സി ഗംഗ, ഓപ്ഷൻ ഡി ഗോദാവരി. ഉത്തരം കിട്ടിയോ? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ സി ഗംഗ. വാരണാസി ഗംഗാ നദിയുടെ തീരത്താണ്. വാരണാസി എവിടെയാണ്? ഗംഗാ നദിയുടെ തീരത്താണ്. അടുത്ത ചോദ്യം, മൂളാർ തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മൂളാർ തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ജമ്മു കാശ്മീർ, ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ സി ഒഡീഷ, ഓപ്ഷൻ ഡി ഗുജറാത്ത്. മൂളാർ തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ഓപ്ഷൻ എ ജമ്മു കാശ്മീർ. എവിടെയാണ്? ജമ്മു കാശ്മീർ ആണ്. മൂളാർ തടാകം ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ 5 മുതൽ 11 വരെയുള്ള ഭാഗം പ്രതിപാദിക്കുന്നത്?
അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ഭാഗം എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? എന്തിനെ കുറിച്ചാണ്? ഓപ്ഷൻ എ മൗലികാവകാശങ്ങൾ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ 5 to 11 ഭാഗം എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? എന്തിനെ കുറിച്ചാണ്? എ മൗലികാവകാശങ്ങൾ, ഓപ്ഷൻ എ മൗലികാവകാശങ്ങൾ, ഓപ്ഷൻ എ മൗലികാവകാശങ്ങൾ, ഓപ്ഷൻ ബി പൗരത്വം, ഓപ്ഷൻ സി നിർദ്ദേശക തത്വം, ഓപ്ഷൻ ഡി ഭൂപ്രദേശം. ഇന്ത്യൻ ഭരണഘടനയിലെ 5 മുതൽ 11 വരെയുള്ള ഭാഗം പ്രതിപാദിക്കുന്നത് എന്തിനെ പറ്റിയാണ്? മൗലികാവകാശങ്ങൾ, പൗരത്വം, നിർദ്ദേശക തത്വം, ഭൂപ്രദേശം. എന്തിനെ കുറിച്ചാണ്? എന്തിനെ കുറിച്ചാണ്? ഓപ്ഷൻ ബി പൗരത്വമാണ്. എന്തിനെ കുറിച്ചാണ്? ഓപ്ഷൻ ബി പൗരത്വം. ഇന്ത്യൻ ഭരണഘടനയിലെ 5 മുതൽ 11 വരെയുള്ള ഭാഗം പൗരത്വത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ എ 2000, ഓപ്ഷൻ ബി 2002, ഓപ്ഷൻ സി 2010, ഓപ്ഷൻ ഡി 2015. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ 2000, ഓപ്ഷൻ ബി 2002, ഓപ്ഷൻ സി 2010, ഓപ്ഷൻ ഡി 2015. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ്? ഓപ്ഷൻ സി 2010 ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ സി 2010 ആണ് നമ്മുടെ ഉത്തരം. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2010ലാണ്. 2010. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പ്രഥമ പൗരൻ ആരാണ്? ഇന്ത്യയുടെ പ്രഥമ പൗരൻ? ഓപ്ഷൻ എ പ്രധാനമന്ത്രി, ഓപ്ഷൻ എ പ്രധാനമന്ത്രി, ഓപ്ഷൻ ബി സ്പീക്കർ, ഓപ്ഷൻ സി പ്രസിഡന്റ്, ഓപ്ഷൻ ഡി ഗവർണർ. ഇന്ത്യയുടെ പ്രഥമ പൗരൻ ആരാണ്? ഓപ്ഷൻ എ പ്രധാനമന്ത്രി, ഓപ്ഷൻ ബി സ്പീക്കർ, ഓപ്ഷൻ സി പ്രസിഡന്റ്, ഓപ്ഷൻ ഡി ഗവർണർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. പ്രസിഡന്റ് ആണ് ഇന്ത്യയുടെ പ്രഥമ പൗരൻ. ഇന്ത്യയുടെ പ്രഥമ പൗരൻ പ്രസിഡന്റ് ആണ്. അടുത്ത ചോദ്യം, രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ മൗലിക അവകാശങ്ങൾ, ഓപ്ഷൻ ബി മൗലിക കടമകൾ, ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങൾ, ഓപ്ഷൻ ഡി മതേതരത്വം. എന്താ ചോദ്യം? രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ മൗലിക അവകാശങ്ങൾ, ഓപ്ഷൻ ബി മൗലിക കടമകൾ, ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങൾ, ഓപ്ഷൻ ഡി മതേതരത്വം. എന്താ നമ്മുടെ ഉത്തരം? ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങളാണ്. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങളിലാണ്. നിർദ്ദേശക തത്വങ്ങളിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത് എപ്പോഴാണ്? മൗലിക കടമകൾ നിലവിൽ വന്നത്? ഓപ്ഷൻ എ 1976, ഓപ്ഷൻ എ 1976, ഓപ്ഷൻ ബി 1977, ഓപ്ഷൻ സി 1950, ഓപ്ഷൻ ഡി 1947. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത് എപ്പോഴാണ്? ഓപ്ഷൻ എ 1976ലാണ് മൗലിക കടമകൾ നിലവിൽ വന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. 1976ലാണ് മൗലിക കടമകൾ നിലവിൽ വന്നത്. 42ാം ഭേദഗതി. ഓപ്ഷൻ എ 1976ലാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്